എവിടെ? അകത്തുണ്ട്. ഗുഡ് 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 ജോബ് ഗായ്സ്. ഷോഹിം സാർ, ആ രണ്ടുപേരുടെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. പെട്രോൾ ടാങ്കർ പാർക്ക് ചെയ്തവനും കാർ വാടക എടുത്തവനും ഒരാൾ തന്നെ അല്ലേ? പ്രിന്റഡ്. ഞാൻ അടിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്ക്രൂ ലൂസാ. ആരുടെ? ഇതിന്റെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതൊന്നും തുറക്കുന്നില്ലല്ലോ, നാശം. മരം പോലെ കിടക്കുന്നുണ്ടല്ലേ, ഒരു ഫീലിങ്സും ഇല്ല ഈ മനുഷ്യന്. എന്തൊരു സ്വഭാവം. എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നി. അതെന്റെയാ, കിടക്കുമ്പോൾ തലയിൽ കൊള്ളാതിരിക്കാൻ അവിടെ കുത്തി വെച്ചതാ. കാറ്റ് വരാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഈ കഥവ് തുറക്കാൻ വേണ്ടി ഞാൻ തന്നെ മനഃപൂർവ്വം തലേന്ന് സ്ലൈഡ് എടുത്ത് ഇവിടെ കുത്തി വെച്ചെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിൽ എന്താ, ആ നോട്ടം പോരെ. പോലീസ് കള്ളന് നോക്കുന്ന പോലെയല്ലേ നോക്കുന്നത്? എന്റെ നോട്ടം അങ്ങനെ. എന്നിട്ട് അന്ന് എന്റെ ഫ്രണ്ട്സിനെ നോക്കിയപ്പോ മാത്രം സിനിമയിലെ ഹീറോ പോലെ ഒലിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ഹീറോ ഒന്നല്ല, നീയ ഹീറോയിനെ പോലെ ചേസ് ചെയ്ത് എക്സ്പോസ് ചെയ്ത് നടക്കുന്നത്. ആദ്യം അതൊക്കെ ഒന്ന് നേരെയാക്ക്. കഷ്ടം. നീ ഇങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ സാധനം എടുത്ത് അവിടെ വെക്കേണ്ട കാര്യമുള്ളൂ. പെണ്ണിന്റെ വിചാരം മിസ്സിന്റെ എന്നാ. സ്റ്റൂൾ ഇവിടെ എല്ലാത്തിനും ലൂസ് അല്ലേ? സ്ക്രൂവേ, ഇത് കുറുകെ വെച്ച പിന്നെ തുറക്കില്ല. സ്റ്റൂൾ എന്തിനാ? രണ്ട് പലക കുറുകെ വെച്ച് ആണി അടിച്ചാ പോരെ. അതുകൊണ്ട് ശരിയായില്ലെങ്കിൽ നാളെ മുത്തശ്ശനോട് പറഞ്ഞ ഇഷ്ടിക കൊണ്ട് ഇവിടെ ഒരു ചുവര് കെട്ടിച്ചേക്കാം. പിന്നെ എന്റെ മുഖം കാണണ്ടല്ലോ. ഞാൻ എത്ര കരഞ്ഞാലും നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ വരാറില്ലല്ലോ. അങ്ങനെയല്ല പൂജ. മതി, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കണ്ട. ഒന്ന് ചോദിച്ചോട്ടെ, എന്തെങ്കിലും ഒരിക്കലും നിങ്ങൾ എന്റെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നെ ആദ്യം കണ്ടപ്പോൾ മുതലേ ഇഷ്ടമല്ല. ഞാനാ ഇങ്ങനെ നാളല്ലാതെ നിങ്ങളുടെ പുറകെ എപ്പോഴും നടക്കുന്നത്. എനിക്ക് എപ്പോഴും നിങ്ങളുടെ വിചാര എന്തെങ്കിലും ഒരിക്കൽ പൂജയെന്ന് എന്നെ പ്രേമത്തോടെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? പൂജ, അത് ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ. നിങ്ങൾക്ക് ഹൃദയമുണ്ടോ? മനസ്സാക്ഷിയുണ്ടോ? പെണ്ണിന്റെ മനസ്സ് വായിക്കാൻ അറിയോ? നിങ്ങളെ എല്ലാവരും നോക്കും. എന്നെ ആര് കാണാനാ? ആരെ കാണാത്തെ? മറ്റുള്ളവരുടെ കാര്യം എന്തിനാ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു പെണ്ണായിട്ട് എന്നെ കണ്ടിട്ടുണ്ടോ? എന്താ ഈ പറയുന്നത് പൂജ? എനിക്ക് ഡ്രസ്സ് ചേരുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാമെന്ന് വിചാരിച്ചേ, എന്നാലത് ശരിയല്ലല്ലോ. ഞാൻ എന്താ ധരിച്ചിരിക്കുന്നെന്ന് കാണുന്നുണ്ടോ? എന്താ, എനിക്ക് കണ്ണ് കാണില്ലേ? ഇപ്പൊ ഞാൻ ഏത് കളർ ഡ്രസ്സാ ഇട്ടിരിക്കുന്നേ? താഴേക്ക് നോക്കാതെ പറ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്?
നിനക്ക് സൗന്ദര്യമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇയാളാ പറഞ്ഞ. പൂജ, ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ് എന്നോട് ഇപ്പൊ കള്ളം പറയണ്ട. തമാശ പറഞ്ഞൊന്നല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. നീ ഇത്ര സുന്ദരിയാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇന്ന് നിലാവിലെ നോക്കി നിൽക്കും പൂജേ. എപ്പോഴും ഒരു തവണ അത് ഭംഗിയായിരിക്കും തോന്നും. പക്ഷെ എപ്പോഴും അത് ഭംഗിയുള്ളത് തന്നെയായിരിക്കും. അതിനൊരു മാറ്റമില്ല. അതെന്റെ ഹൃദയത്തിലുണ്ട്. മനസ്സിലായില്ലേ? നിന്നെ ഒന്ന് നോക്കിയതിനല്ലേ ഞാൻ അവരെ അടിച്ചത്. അന്ന് നിന്നെ കടന്നു പിടിക്കാൻ വന്നില്ല ഒരുവൻ, ബിജു. ആ ബിജു, അവനെ ഞാൻ അടിച്ചില്ലേ? എല്ലാം നീ പറഞ്ഞിട്ടാ. ഞാൻ എല്ലാവരെയും പോലെ അല്ല പൂജ. എനിക്ക് ജീവിക്കാൻ അറിയില്ല. എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇനിയും എന്നെ മനസ്സിലായില്ലേ? വെറുതെ ഒരു കഥക് തുറക്കുന്നതിൽ മാത്രമല്ല പൂജ കാര്യം. മനസ്സിന്റെ കഥക് തുറക്കുന്നതിലാണ്. എനിക്ക് ഹൃദയത്തിന്റെ ഭാഷ അറിയൂ. അത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം.